ഷംനയിലേക്ക് വീണ്ടും എത്തണം. ഈ കടൽ എത്രത്തോളം പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ അതേപോലെ തന്നെയാണ് തീരദേശവാസികളുടെ ജീവിതവും എന്ന് പറയുന്നത്. അവരും വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ശംഖുമുഖത്ത് കടൽ ഭിത്തി നിർമ്മാണത്തിലെ അനാസ്ഥ ആരോപിച്ച് തീരദേശവാസികൾ പ്രതിഷേധം തുടരുകയാണ്. വീടുകൾ കടലെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നു. ഒടുവിൽ കടൽ ഭിത്തി നിർമ്മാണം ഊർജിതമാക്കാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് നടപടി തുടങ്ങിയിരുന്നു. ഷംന വലിയതുറയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷംന, എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അതിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് തീരദേശവാസികൾ? അവരുടെ പ്രതിഷേധം അതിലൊരു അയവ് വരുത്താൻ ഉള്ള നീക്കത്തിലാണോ അതോ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണോ? തീർച്ചയായും ആര്യ, ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വലിയതുറ നിവാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം നമുക്കറിയാം, ഈ മേഖല കഴിഞ്ഞ കാലങ്ങളിലായി ഈ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് തിരയടിച്ച് വീണുപോയതാണ് ഈ വീടുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ. ഇതിനെ തുടർന്ന് നിരവധി വർഷങ്ങളായി ഇവർ പ്രതിഷേധം നടക്കുകയും അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുന്നുമുണ്ട്. കാരണം തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു ഈ കടലാക്രമണം എന്ന് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഈ കല്ല് കൊടുന്ന് നിക്ഷേപിച്ച് ഈ മതിൽ കെട്ടുന്ന ഒരു സാഹചര്യം പോലും അതിനു പോലും വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിൽ പ്രതിഷേധം കനത്തതോടെയാണ് 2 ലോഡ് കല്ല് സമീപത്ത് ഇറക്കുമെന്നും ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊക്കെ അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ 1 ലോഡ് കല്ല് മാത്രമാണ് ഇറക്കിയത്. ഈ 2 ലോഡ് കല്ല് ഇറക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിൽ പോലും 1 ലോഡ് കല്ല് മാത്രമാണ് ഇറക്കിയത്. ഇത് താൽക്കാലികമായി ജനങ്ങളുടെ ഒരു പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു വരുന്ന തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. അല്ലാതെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട ഒരു സഹായമോ അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയോ അല്ല അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ വലിയതുറ നിവാസികളുടെ ഒരു പരാതി. എന്തായാലും ഇന്നലെ ഉറപ്പു നൽകിയതുപോലെ ഈ 2 ലോഡ് കല്ല് ഇറക്കുകയും ഒപ്പം തന്നെ ഈ കല്ല് മതിൽക്കെട്ട് പൂർണ്ണമായും അതിന്റെ പണികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ തീരദേശ നിവാസികളുടെ അവരുടെ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നതും. എന്തായാലും 90 മീറ്റർ അകലം മാത്രമാണ് ഇനി കല്ല് ഭിത്തി നിർമ്മിക്കാനുള്ളത്. അതുപോലും കൃത്യമായി ചെയ്യുന്നില്ല. ആ 90 മീറ്ററിന് ഇവർ വില കൊടുക്കേണ്ടി വരുന്നത് ഇവരുടെ ജീവിതം തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വലിയതുറ നിവാസികൾ ഈ അധികൃതരോട് പറഞ്ഞിട്ടുള്ളതും. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഈ വീടുകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ദുരിതത്തിലാണ് ഈ ജനങ്ങൾ, അവരുടെ ആശങ്കകൾ എത്രത്തോളമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ്. പക്ഷേ ഐഷത്തുൽ ഷംനയാണ് വലിയതുറയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവരുടെ ആശങ്ക അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടതാണ്. താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മാത്രമല്ല സ്വീകരിക്കേണ്ടത്, അവരുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട തരത്തിൽ ശാശ്വതമായ പരിഹാരമാണ്